എന്ത് തേങ്ങയ്ക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് പാർട്ട് കണ്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അതിന് സെക്കൻഡ് പാർട്ട് കയറാം. എടാ, ദിസ് ഇസ് ഇതിൻ. സോ ആദ്യമേ തന്നെ യൂട്യൂബിൽ അവിടെ ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ അധികം ആക്റ്റീവ് അല്ലാത്തിരുന്ന ഒരു പേജിൽ നിന്ന് ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സിന് പുറത്തായി. സോ ആദ്യമേ നിന്നവർക്കും ഇന്ന് അതിനു വേണ്ടി പ്രയത്നിച്ച എൻ്റെ ജിംമേറ്റ്സിനും നന്ദി. സോ അത് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഈ അൺടോൾഡ് സ്റ്റോറീസ് അല്ലെങ്കിൽ ട്രെയിലർ, ടീസർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തോട്ട്സ് പറയണ പോലെ ഞാനൊരു പുതിയ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് വാട്ട് ഐ ഹാവ് ഹേർഡ്. സോ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിലായാലും അല്ലെങ്കിൽ യൂട്യൂബിലായാലും അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടതൊക്കെ ജസ്റ്റ് എനിക്കൊന്ന് ഇവിടെ വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു 2-3 കാര്യങ്ങളേ ഉള്ളൂ സംസാരിക്കാനായിട്ട്, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യത്തേത് വന്നിട്ട് ഡ്യൂഡിൻ്റെ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു പറച്ചിൽ കേൾക്കണുണ്ട്. അതായത് നമ്മളെ PR ഇതുപോലെ ഒരു ഐഡിയ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്രേ. സോ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനായിട്ടുണ്ടെന്ന്. എന്ത് തേങ്ങയ്ക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് പാർട്ട് കണ്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അതിന് സെക്കൻഡ് പാർട്ട് കയറാം. സോ അതങ്ങനെ ഒരു അപരാധം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഹാപ്പി സിനിമ 12-ാം തീയതി ഇറങ്ങുകയാണ് കേട്ടോ, അല്ലു അർജുൻ്റെ. നാളെ എന്തോ ബുക്കിംഗ് എന്തോ വരും, നാളെ രാവിലെ. അതൊന്ന് സോ അത് ഭയങ്കര നൊസ്റ്റുമായിരിക്കും കേട്ടോ. പിന്നെ ചിയാൻ 63 ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് മറ്റേ റിയ ഷിബു, ഡെലൂലു ആണ് നായിക എന്നൊക്കെ കേൾക്കണുണ്ട്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ആനന്ദ് ശങ്കറാണ് ഡയറക്ടർ, ഇരുമുഖനൊക്കെ എടുത്ത. സോ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കണമെന്ന് വെച്ചാൽ ടോക്സിക് മിക്കവാറും രാമായണ ആദ്യ പാർട്ട് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറയണമെന്നാണ് കേൾക്കണത്. ശരിക്കും ആ പടത്തിൻ്റെ അവസ്ഥ എന്തിനാണ്? കുറേ കാലമായേ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരുന്ന ആളെ വരുമെന്ന് പറഞ്ഞ പോലെ വല്ല നടക്കുമോ? വരുമ്പോൾ വരട്ട്, കണ്ടറിയാം. അടുത്തത് വന്നിട്ട് ബാലയ്യ അണ്ണൻ അടുത്ത ബാലയ്യ ഗരു എന്ന് തന്നെ പറയണം. ഗാരു അടുത്ത പടത്തിൻ്റെ എന്തോ ഓരോ അനൗൺസ്മെൻറ്റ് ഉണ്ടത്രേ. ടുമാറോ at 5:40 NBK 111. അടുത്ത അപരാധം കഴിഞ്ഞ അപരാധം കണ്ടതിൻ്റെ ക്ഷീണമായി മാറിയില്ല. അപ്പം ഇന്നത്തെ അപ്പം ഇത്രയേ ഉള്ളൂ. സോ അങ്ങനെ ഇതേപോലെ കിട്ടണ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വാട്ട് ഐ ഹാവ് ഹേർഡ് പരിപാടി.